ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാർ ചെയ്യാൻ പോകുന്നത് ബീൻസ് വെച്ചൊരു തിക്ക് ഗ്രേവിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 150 ഗ്രാം ബീൻസാണ് എടുത്തിട്ടുള്ളത്. ബീൻസ് എല്ലാം നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കൊരു അരപ്പാൻ തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനിപ്പോൾ കാശ്മീരി ചില്ലി 2 എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ കടലപ്പരിപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പിടി ചുവന്നുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസാണ് ആദ്യം വഴറ്റിയെടുക്കേണ്ടത്. ബീൻസൊക്കെ ഒന്ന് വാടി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ ബീൻസൊക്കെ നമുക്ക് നല്ലതുപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാം. ബാക്കി എണ്ണയിൽ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. കടലപ്പരിപ്പ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, കടലപ്പരിപ്പ് ചേരുമ്പോൾ നമുക്ക് കറിക്ക് വളരെയധികം രുചി കൂടുന്നതാണ്. ഉള്ളിയെല്ലാം വഴറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തണുപ്പിക്കാൻ വെച്ചേക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണയും 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമുക്കിത് വളരെ തിക്കായിട്ട് എടുക്കേണ്ട ഒരു കറിയാണ്. അതുകൊണ്ടിപ്പോൾ നമ്മൾ അരച്ച വെള്ളം മാത്രം മതി. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ്. ഒരു തക്കാളിയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ഇടാവൂ. വളരെ പുളിയൊന്നും ആവശ്യമില്ല. കുറച്ച് തക്കാളി മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് നല്ലതുപോലെ തിളച്ച് കിട്ടണം. അതുവരെ ഒന്ന് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ചാൽ ഉടൻ തന്നെ നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ഫ്രൈഡ് റൈസിനോടും ചപ്പാത്തിയോടുമാണ് ഇത് കഴിക്കാൻ ഏറ്റവും നല്ലത്. വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. ഇത് ഏതെങ്കിലും 2 ഒഴിച്ചു കൊടുത്താൽ ഈ കറിയുടെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായി കിട്ടുന്നതാണ്. അത് മാത്രമല്ല, നമുക്ക് ചൂടോടെ വേണം ഈ കറി കഴിക്കാൻ. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തിക്ക് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.